യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഈ ശ്രേഷ്ഠ ജനത ഏത് എന്നതിനെ കുറിച്ചാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുലിഖിതം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവം, ജീവിക്കുന്ന കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതാ ഈ ഒരു മണിക്കൂറിൽ ഉന്നതമായൊരു അഭിഷേകം പകർന്നു തരികയാണ്. കഴിഞ്ഞ നാളുകളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും യേശുവിൻ്റെ വചനം ശ്രവിക്കുകയും ചെയ്ത ദൈവജനത്തിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്നും അളവുകൾ കൂടാതെ സ്വർഗീയ ദാനങ്ങൾ വർഷിക്കപ്പെട്ടു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഫിദല മേരി. 6 മാസമായി എൻ്റെ സഹോദരൻ്റെ ഭാര്യ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. പോകുമ്പോൾ അവൾ മറ്റൊരു കുഞ്ഞിനെ കൂടി ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഭർത്താവിനെയും വീട്ടുകാരെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന അവൾ ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചോടി. ഇത് ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പ്രഹരമായി. കുടുംബാംഗങ്ങളെല്ലാം കണ്ണുനീരിലും വേദനയിലുമായി. അവളുടെ കുടുംബം ദൈവത്തെ മറന്ന് സുഖലോലുപതയിലും ആഡംബരത്തിലും ജീവിക്കുന്ന പ്രാർത്ഥനയില്ലാത്ത ഒരു കുടുംബമാണ്. അവളുടെ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞതിൽ പിന്നെ ഒരു പിശാചിനെ പോലെയായി മാറി. സ്വന്തം ഭർത്താവിനെയും വീട്ടുകാരെയും ഒരുപാട് വേദനിപ്പിച്ചു. എല്ലാവരുടെയും പേരിൽ കള്ളക്കേസുകൾ കൊടുത്തു. പിന്നെ സഹോദരനും കുടുംബാംഗങ്ങളും മാനസികമായി ഏറ്റവും തകർന്നു. അവരുടെ തകർച്ചയുടെ സമയത്ത് എനിക്ക് കർത്താവ് ഒരു തോന്നൽ തന്നു. അഭിഷേകാഗ്നി എന്നും കാണുവാൻ, അതുപോലെ ആ സമയത്ത് കുടുംബത്തിൻ്റെ കണ്ണുനീര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ പറഞ്ഞു. ഇതിനിടയിൽ അവൾ 2ാമത്തെ കുഞ്ഞിനെ ജന്മം നൽകി. ഞങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. മറ്റ് സുഹൃത്തുക്കൾ വഴിയാണ് സംഭവങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആ മാസത്തിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പൊട്ടിക്കരഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ആഴ്ച തന്നെ അവൾ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എല്ലാ കേസുകളും പിൻവലിച്ച് എല്ലാ തരത്തിലുള്ള ആ ദുർസ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവൾ തിരിച്ചു വന്നു. എൻ്റെ കർത്താവ് അഭിഷേകാഗ്നി സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൽ ഇടപെട്ട് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിനെ ഉപേക്ഷിച്ച് കള്ളക്കേസുകൾ കൊടുത്ത് സ്വന്തം വീട്ടിൽ പോയി നിന്ന് വലിയ കടുത്ത വൈരാഗ്യത്തോടെ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൂരെ ഇരുന്ന് മറ്റൊരു കുടുംബം അഭിഷേകാഗ്നി സമയത്ത് ചങ്ക് പൊട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ഉന്നതമായ ശക്തി ആ അന്ധകാരത്തിൻ്റെ മേൽ, ആ ക്രമരഹിതമായ അവസ്ഥകളുടെ മേൽ, പൈശാചികയുടെ പീഡകളുടെ മേൽ വ്യാപരിച്ച് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കോട്ടകൾ തകർന്നു. ദുർബാധകൾ ഒഴിഞ്ഞുപോയി. ദൈവജനം വിടുതൽ പ്രാപിച്ച് ദൈവാത്മാവിൻ്റെ മാർഗത്തിൽ ആനന്ദിച്ച സംഭവമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ഇന്ന് ഈ സമയം ഈ ശുശ്രൂഷയെ പങ്കുചേരാൻ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ ദൈവമക്കളോടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലൂടെ ഈശോ അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രിയ ദൈവമക്കളെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക.
ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന മണിക്കൂറാണിത്. ദൈവം തെരഞ്ഞെടുത്തവരാണിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സ്തുതിക്കട്ടെ, സമൂഹാംഗങ്ങൾ ഒരുമിച്ച് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് വിടുതലുള്ളത്. ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് ആത്മാവ് വ്യാപരിക്കുന്നത്. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ പിതാവായ ദൈവമേ, ഈ സമൂഹത്തിൽ ഏതെങ്കിലും മകനോ മകൾക്കോ ആത്മീയ കാര്യങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത വിധം കഠിനമായ തരത്തിലുള്ള അന്ധകാരത്തിന്റെ പീഡകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയുണ്ടെങ്കിൽ, ബന്ധിക്കപ്പെട്ടിരുന്ന ഓരോ ജീവിതങ്ങളെയും, ഓരോ സമൂഹങ്ങളെയും, ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ അഗ്നി സദൃശമായ നാമം അയച്ച് വിടുവിക്കുന്നു. തിന്മകളും ആധിപത്യങ്ങളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ 7-ാമത്തെ തിരുലിഖിതം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് ദൈവത്തോട് ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരു ഉടമ്പടി പൈതലിന് ഈ ലോകത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഉടമ്പടി പൈതലിന് ദൈവം നൽകിയിട്ടുള്ള അനേക വാഗ്ദത്തങ്ങളിൽ ഉന്നതമായ ഒരു വാഗ്ദത്തമാണ്, നിന്റെ ഓരോ ആവശ്യങ്ങളിലും നീ നിന്റെ ഹൃദയം നുറുങ്ങി നിന്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം വേഗം അടുത്തു വന്ന് ഇതാ ഞാൻ എന്ന് പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കുമെന്ന് ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലായിരിക്കുക എന്നുള്ളത് ഒരു നിസ്സാര സംഗതിയല്ല. ഈ വാഗ്ദത്തങ്ങളുടെ എല്ലാം അവകാശി ഈ ദൈവ പൈതലാണ്. ദൈവത്തിൻ്റെ പക്കലേക്ക് പിന്തിരിയുക, ദൈവിക വഴികളിലേക്ക് പിന്തിരിയുക എന്നുള്ളത് ഒരു നിസ്സാര സംഗതിയല്ല. എനിക്കിതിനെക്കുറിച്ച് ആദ്യം ബോധ്യം കിട്ടിയൊരു സംഭവം നിങ്ങളോട് പറയാം. ഒരു ദിവസം വളരെ കുഗ്രാമം ഒരു പ്രദേശത്ത്, വയനാട് പോലുള്ളൊരു മലമ്പ്രദേശത്ത്, ഇതാ ഒരു വളരെ അക്രമാസക്തരായ ആളുകൾ ഒരു ഭവനത്തെ കല്ലെറിഞ്ഞ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് നശിപ്പിക്കാൻ തീരുമാനിച്ച് അവർ വയലൻ്റായി ഭവനത്തിന് നേരെ പാഞ്ഞടുക്കുകയാണ്. അങ്ങനെ ആ ഭവനത്തിൽ അപ്പനും അമ്മയും 5-6 മക്കളുമുണ്ട്. അവരെല്ലാം ഭവനത്തിനുള്ളിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അക്രമാസക്തമായ ജനക്കൂട്ടം കല്ലെറിഞ്ഞ് ആ ഓടിട്ട വീട്, മലഞ്ചെരുവിലുള്ള ആ ഓടിട്ട വീട് തകർത്ത് തരിപ്പണമാക്കി. ഇനി അടുത്തത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്നുള്ളതാണ്. ജീവനോടെ കുടുംബാംഗങ്ങൾ ആ വീട്ടിനകത്തിട്ട് ആ ഭവനത്തിന് തീ വെക്കുക എന്നുള്ളതാണ് ഈ വളരെ ക്രുദ്ധരായ ജനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ കുടുംബത്തിലുള്ള ചേട്ടനും മക്കളും വലിയ കാര്യമായ പ്രാർത്ഥനയുള്ളവരെന്നല്ലെങ്കിലും ആ ചേട്ടത്തി വളരെ വിശ്വാസമുള്ളൊരു ചേട്ടത്തിയാണ്. ദൈവത്തിന് അനുഭവമുള്ള ചേട്ടത്തിയാണ്. ദൈവത്തോട് ഉടമ്പടി ചെയ്ത് വിശുദ്ധമായി ജീവിക്കുന്നൊരു ചേട്ടത്തിയാണ്. പ്രാർത്ഥനയും ദൈവഭയമുള്ളൊരു ചേട്ടത്തിയാണ്. എളിമയും അനുസരണമുള്ളൊരു ചേട്ടത്തിയാണ്. ചേട്ടത്തിക്ക് അപകടം മനസ്സിലായി. ചേട്ടനും മക്കളും ഭയന്നിരിക്കുകയാണ്. ചേട്ടത്തിക്ക് അപകടം മനസ്സിലായി. ചേട്ടത്തി ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് വലതുകാൽ ഉയർത്തിയ മണ്ണിലേക്ക് ഒന്ന് ചവിട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ സ്ലീഹന്മാരെ, ഒരൊറ്റ വിളിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചേട്ടത്തി സ്ലീഹന്മാരെ എന്ന് പറഞ്ഞ ഒരൊറ്റ വിളി അങ്ങോട്ട് വിളിച്ചപ്പോൾ ശത്രുപക്ഷത്ത് ശത്രുവിൻ്റെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആ നായകൻ്റെ ശരീരത്തിലേക്ക് ഇടിമിന്നൽ പോലെ ഒരു ശക്തി പ്രവഹിച്ച് ആ നേതാവ് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ തൽക്കാലം ആക്രമണം നിർത്തിവെക്കാം. കാരണം നേതാവിന് അപകടം മനസ്സിലായി. പുലിനഖവും പൂച്ചനഖവും കണ്ടാൽ തിരിച്ചറിയാൻ കഴിവുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അപകടം മനസ്സിലായി. ഈ രീതി മുമ്പോട്ട് പോയാൽ അടുത്തത് വളരെ കടുത്ത പ്രഹരം തനിക്ക് സമൂഹത്തിന് ലഭിക്കുമെന്ന് മനസ്സിലായ നേതാവ് അണികളോട് പറഞ്ഞു, നിങ്ങൾ ശാന്തരാവുക, ഇന്ന് ഏതായാലും ഇത്രയും തകർത്തില്ലേ, ഇനി നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇവരെ ഉന്മൂലനാശം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ജനക്കൂട്ടത്തെ ശാന്തരാക്കി പതുക്കെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ അമ്മച്ചി ആ വീട്ടുമുറ്റത്തിറങ്ങി എൻ്റെ സ്ലീഹന്മാരെ എന്ന് പറഞ്ഞൊരൊറ്റ വിളി വിളിച്ചപ്പം ആ അമ്മച്ചി ഉദ്ദേശിച്ചത് ഇടവകയുടെ മധ്യസ്ഥരായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെയാണ്. ആ ഇടവക പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമധേയത്തിലുള്ള ഇടവകയാണ്. ആ അമ്മച്ചിക്ക് കാര്യമായി ദൈവജ്ഞാനം ഇല്ലെങ്കിലും നാട്ടുപുറത്തെ ആ ഇടവകയിൽ പോയി പ്രാർത്ഥിച്ചൊരു പരിചയമാണുള്ളത്. അമ്മച്ചിക്ക് അറിയാവുന്ന ദൈവിക അനുഭവത്തിൽ അറിയാവുന്നതുപോലെ ഇടവക മധ്യസ്ഥരെ വിളിച്ച് ഒരൊറ്റ പ്രാർത്ഥനയാണ്. ക്ഷണനേരം കൊണ്ട് ഉന്നതത്തിൽ നിന്ന് ശക്തി അവർക്ക് വേണ്ടി പാഞ്ഞു വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ നിങ്ങളിത് മനസ്സിലാക്കണം. ഒരു വിശുദ്ധനെയോ അല്ലെങ്കിൽ സ്ത്രീകന്മാരെ വിളിച്ചപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ യേശുവിനെ നാമം വിളിച്ച എന്തായിരിക്കും സ്ഥിതി? ഇതെനിക്ക് മനസ്സിലായത് അട്ടപ്പാടിയിൽ ഒരു സംഭവത്തിൽ നിന്നാണ്. അട്ടപ്പാടിയിൽ കോട്ടത്തറ എന്ന് പറഞ്ഞ ദേശം, അവിടെ നിന്നൊരു പാവപ്പെട്ട ചേടത്തി ഒരു ദിവസം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ സ്റ്റേജിലേക്ക് വന്ന് കാലുകളും കൈകളും കൂട്ടിയിടിച്ച് അങ്ങനെ വിറച്ച് ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ ചേടത്തി പറയുകയാണ്, വെളുപ്പിനെ എഴുന്നേറ്റ് കറക്കാൻ വേണ്ടി തൊഴുത്തിലേക്ക് ചെന്നപ്പം നേരം പരിവരാ വെളുക്കുന്നേ ഉള്ളൂ. നോക്കുമ്പോൾ കാട്ടാനകളാണ് വീട്ടുമുറ്റത്ത് നിൽക്കുന്നത്. ഒരു കാട്ടാൻ ഈ ചേടത്തിയെ ഓടിച്ചുകൊണ്ട് പോയി. ചേട്ടത്തി അലമുറയിട്ട് കരഞ്ഞു. ചേട്ടൻ വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ മറ്റൊരു കാട്ടാന ആ ചേട്ടനെ ഓടിച്ചുകൊണ്ട് പോയി. ഈ ചേടത്തി പേടിച്ചാരുണ്ട് 10 അടി ഓടിയപ്പോഴേക്കും അലച്ചു തല്ലി നിലത്ത് വീണു. ക്ഷണനേരം കൊണ്ട് കാട്ടാന അടുത്തെത്തി. കാട്ടാന കോപാക്രാന്തനായി തൻ്റെ കരം ഉയർത്തി ആ ചേടത്തിയെ ചവിട്ടിപ്പീച്ചാൻ വേണ്ടി ആഞ്ഞു ചവിട്ടാൻ തുടങ്ങി. ചേടത്തിക്ക് മനസ്സിലായി ഇതെൻ്റെ അന്ത്യനിമിഷമാണ്. ചേടത്തി ഇനി എന്നെ സഹായിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല എന്ന് ചേടത്തിക്ക് മനസ്സിലായി. ചേടത്തി അവിടെ ആ നിലത്ത് കിടന്ന് മനസ്സ് തകർന്ന് ഹൃദയം നുറുങ്ങി ആ മണ്ണിൽ കിടന്ന് ചേടത്തി ആ വെളുപ്പാങ്കാലത്തൊരു വിളി, എൻ്റെ യേശുവേ, ഒരൊറ്റ വിളി ചങ്കിൽ നിന്ന് ഉയർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിളി അങ്ങോട്ട് ഉയർന്നതും ക്ഷണനേരം കൊണ്ട് ഒരു ശക്തമായ കരം ഈ ചേടത്തിയുടെ മുകളിൽ വന്നിങ്ങനെ നിന്നു. ആന ആഞ്ഞു ചവിട്ടി. പക്ഷെ എത്ര ചവിട്ടിയിട്ട് ചേടത്തിക്കിട്ട് കൊള്ളുന്നില്ല. ആന ചവിട്ടി കഴിഞ്ഞിട്ട് ഒരു ആളെ കൊന്നു എന്ന ഉന്മാദത്തോടെ അത് ഉറക്കെ ചിഹ്നം വിളിക്കാൻ തുടങ്ങി. സമീപവാസികൾ മനസ്സിലാക്കി ഏതോ ഒരു വ്യക്തിയെ ആന കൊന്നു കഴിഞ്ഞു എന്ന് ഈ ചിഹ്നം വിളി കേട്ടപ്പോൾ സമീപവാസികൾ മനസ്സിലാക്കി. എന്നാൽ ചേടത്തിക്കിട്ട് ചവിട്ട് കൊള്ളാതെ ചേടത്തി ആ കൈയുടെ അടിയിൽ സുഖമായിട്ട് കിടക്കുകയാണ്. ചേടത്തി കുറച്ച് കഴിഞ്ഞിട്ട് ചവിട്ടൊന്നും വരാതായപ്പം ഉരുണ്ട് പോയി ഓടി രക്ഷപ്പെട്ട്. ആന എല്ലാം മറന്ന് ഉന്മാദം ചിഹ്നം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചേടത്തി പറയുകയാണ്, ഞാൻ യേശുവേ എന്ന് വിളിച്ചപ്പം ക്ഷണനേരം കൊണ്ട് ആ കരം വന്നു. ആ സമയത്ത് പട്ടാളത്തിനോ പോലീസിനോ വന്ന് സഹായിക്കാൻ പറ്റില്ലെന്ന് ചേടത്തിക്ക് അറിയായിരുന്നു. ആ സമയത്ത് തൻ്റെ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ അപ്പനോ അമ്മയ്ക്കോ ഒന്ന് സഹായിക്കാൻ പറ്റുന്ന സമയമല്ല. നിയമാവർത്തനം 4:7, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത്. അങ്ങനത്തെ ജനതയുടെ പ്രത്യേകതയാണ്, ആ ജനത ദൈവമേ എന്ന് ഹൃദയത്തിൽ തട്ടിയെന്ന് വിളിച്ചാൽ, പിതാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ എന്ന് മനസ്സ് നുറുങ്ങിയെന്ന് വിളിച്ചാൽ ആകാശം പിളർന്ന് ദൈവത്തിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിച്ച് ആ വ്യക്തിക്ക് ചുറ്റിലും വ്യാപരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ അനുഭവത്തിൻ്റെ എല്ലാം ഒരു സത്യം അങ്ങോട്ട് ആവഹിച്ചിട്ട് യെശയ്യാ പ്രവചനത്തിൽ ദൈവദാസൻ പിതാവിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന രംഗമാണ് യെശയ്യായുടെ പുസ്തകം 64-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ദൈവദാസന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ. ഒരു ആയുസ് മുഴുവൻ അല്ലെങ്കിൽ ഒരു യുഗം മുഴുവൻ ദൈവജനം അനുഭവിച്ച ദൈവത്തെ വിളിക്കുന്ന വിളിയാണ് യെശയ്യാ 64-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങ് ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയാൽ വിറകരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ആരും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. യെശയ്യാ 64-ാം അധ്യായം 4-ാം വാക്യം പഠിപ്പിക്കുകയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി
തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ ദൈവത്തെ പറ്റി അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി കാണാനോ കേൾക്കാനോ ഞങ്ങൾക്കിട വന്നിട്ടില്ലല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ പൈതലായി ഞാനും നിങ്ങൾ മാറിയാൽ, ഉടമ്പടി പൈതലായി ഞാനും നിങ്ങൾ മാറിയാൽ, ദൈവജനമായി ഞാനും നിങ്ങൾ മാറിയാൽ, ബൈബിൾ പഠിപ്പിക്കുന്ന അത്യുന്നതമായ ഒരു ശ്രേഷ്ഠത, ഈ ജനത്തിനുള്ളൊരു ശ്രേഷ്ഠ ഭാഗ്യമെന്ന് പറയുന്നത്, ഈ ജനം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവരുടെ സമീപത്ത് എത്തിച്ചേരും. ഇത് മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് ജെസി ബൈജു എഴുതുകയാണ്. എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി പ്രോഗ്രാം ഓൺലൈനിലൂടെ ഞങ്ങൾ കാണാറുണ്ട്. അഭിഷേകാഗ്നിയിലൂടെ ദൈവം ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ കീഴ്മേൽ മറിച്ചു. ഇവിടെ ഞാൻ സ്റ്റുഡൻറ് വിസയിലാണ് വന്നിരിക്കുന്നത്. പഠനത്തോടൊപ്പം ചെറിയ ജോലിയും ചെയ്യും. കഴിഞ്ഞ മാസം എനിക്ക് പല്ലുവേദന വന്നു. ഇവിടെ ഒരു ക്ലിനിക്കിൽ പോയി. ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പല്ലിൻ്റെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് പല്ല് അടപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു പേപ്പറിൽ ഡോക്ടർ എന്തൊക്കെ ചെയ്തെന്ന് എഴുതുകയും രൂപ എത്രയായി എന്ന് എഴുതുകയും ചെയ്തു. എന്നിട്ട് ആ പേപ്പർ എനിക്ക് തന്നിട്ട് താഴെ റിസപ്ഷനിൽ പോയി ബില്ല് പേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബില്ല് പേ ചെയ്തു. അവരെന്നോട് 45 പൗണ്ട് വാങ്ങി. അതിനുശേഷം ഡോക്ടർ തന്ന പേപ്പർ എൻ്റെ കയ്യിൽ തന്നെ വെച്ചുകൊള്ളാൻ പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. ഞാൻ വീട്ടിലേക്ക് പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ലെറ്റർ വന്നു. ഞാൻ രൂപ അടച്ചിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് വന്ന് രൂപ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ മേൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചു. ഞാൻ വല്ലാതെ വിഷമിച്ചു. രൂപ അടച്ചതിൻ്റെ റെസീറ്റ് ഞാൻ ചോദിച്ചു വാങ്ങാൻ മറന്നുപോയി. ഉടനെ തന്നെ ഞാൻ രൂപ കൊടുത്ത സ്ത്രീയോട് പറഞ്ഞു, നീ പൈസ എൻ്റെ നിന്ന് വാങ്ങിച്ചു. ആ സ്ത്രീ പറഞ്ഞു, നീ പൈസ തന്നിട്ടില്ല. അങ്ങനെ കൺഫ്യൂഷനായി. തെളിവ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടർ തന്ന പേപ്പർ കാണിച്ചു. അത് പറ്റില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ എന്നെ പറഞ്ഞയച്ചു. ഞാൻ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കരഞ്ഞ് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് തിങ്കളാഴ്ച ഞാൻ ചെന്നപ്പോൾ അവരോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ അകത്തെ മുറിയിലേക്ക് പോയി. എന്നിട്ട് വേഗം തിരിച്ചു വന്ന് റെസീറ്റ് തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി എന്ന് പറഞ്ഞ് റെസീറ്റ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം എനിക്ക് വേണ്ടി പ്രകടമായി ഇടപെട്ടതിന് ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഈ കുട്ടിക്ക് വേണ്ടി അവിടെ ഇടപെടാൻ ആരുമില്ല. ഈ കുട്ടി അഭിഷേകാഗ്നി പ്രോഗ്രാം സമയത്ത് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച, തിങ്കളാഴ്ച ചെന്നു. പിന്നൊന്നും സംസാരിക്കേണ്ടി വന്നില്ല. ഇതാ ഇരിക്കൂ, 5 മിനിറ്റ് ഇരിക്കൂ, ബഹുമാനത്തോടെ പറയുകയാണ്. എന്നിട്ട് ഉള്ളിലേക്ക് പോയി റെസീറ്റ് എഴുതി അവർക്ക് റെസീറ്റ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി കൂടെ പറഞ്ഞ് കുട്ടിയെ ബഹുമാനപൂർവ്വം യാത്രയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശം പിളർന്നിറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ലിഖിതത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ നീതി നിന്റെ മുമ്പിലും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മർദ്ദനവും കുറ്റാരോപണവും പരദൂഷണവും മദ്യപാനവും വഴക്കും ചീട്ടുകളെയും വൈരാഗ്യ പ്രകൃതികളും ലോകമോഹങ്ങളും ജഡപാപങ്ങളും അങ്ങനെയുള്ള ജഡപ്രകാരമുള്ള രീതികൾ ഉപേക്ഷിച്ച് അനുതപിച്ച് കുമ്പസാരിച്ച് ഞാനും നിങ്ങളും ഒരു ദൈവ പൈതലായാൽ ഈ ശ്രേഷ്ഠ ജനതയുടെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ ഉയരുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഇതാ സ്വർഗത്തിലെ ആത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മദ്യപാനം ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്താൽ, നിങ്ങൾ ഭാര്യയെ മർദ്ദിക്കുന്നത് നിർത്തിവെക്കാൻ തീരുമാനം എടുത്താൽ, പാപ വഴികളിലൂടെ നടക്കുന്നവർ, മദ്യപിക്കുന്നവർ, ചീട്ടുകളിക്ക് പോകുന്നവർ, ചൂതാട്ടത്തിന് പോകുന്നവർ, ലോട്ടറി എടുക്കുന്നവർ, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ആ പാപ വഴി ഉപേക്ഷിക്കുന്നു, ഇനി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കും, എൻ്റെ കർത്താവിനെ ഉടമ്പടി ചെയ്ത് ജീവിക്കും, രാവും പകൽ 24 മണിക്കൂറും എൻ്റെ ദൈവത്തോട് എനിക്ക് ഉടമ്പടി വേണം, ഇങ്ങനെ ആഗ്രഹിച്ച് നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ഇപ്പോൾ നിന്റെ ഹൃദയം കൊണ്ട് പാപമാർഗങ്ങളെ ഉപേക്ഷിച്ച് അത് എന്നേക്കുമായി ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനോട് ഹൃദയം കൊണ്ട് ഒരു ഉടമ്പടി ചെയ്ത് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ നീ യേശുവിന് വേണ്ടി തുറക്കുമോ? ദൈവത്തിൻ്റെ വചനപ്രകാരം നീ ഈ ദൈവികമായൊരു അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കൊർന്നേലിയൂസ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നത് നീ ഓർക്കണം.
അവൻ മാമോദിസ മുങ്ങിയില്ലെങ്കിലും അവൻ്റെ മേൽ ആത്മാവ് വന്നു, അവൻ്റെ മേൽ ദൈവശക്തി ഉണ്ടായി. ദൂതന്മാർ അവൻ്റെ ഭവനത്തിൽ വന്നു. അവന് വേണ്ടി ദൂതന്മാർ, സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നീതിയുള്ളൊരു ഹൃദയം, സത്യസന്ധത, വിശുദ്ധി, പ്രാർത്ഥന, ദൈവഭയം, ഹൃദയത്തുറവി, ജീവിക്കുന്ന ദൈവത്തോട് അടുപ്പം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ടവനായാലും നിനക്കും ഈ വാഗ്ദത്തങ്ങൾ സ്വന്തമാക്കാൻ പറ്റും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്, രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ നൈനിമിഷ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ഒരു ദൈവ പൈതലായി പൗരുഷത്തോടെ ജീവിക്കുന്നതിൻ്റെ അഭിമാനം എനിക്ക് നൽകണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി നുണ പറയുന്നവർ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വെറുപ്പ് വെച്ച് പുറത്തുകൊണ്ടിരിക്കുന്നവർ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരദൂഷണം പറയുന്നവർ, ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ദൈവവും പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഉപേക്ഷിക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സാത്താൻ തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ദൈവമക്കളെ വ്യതിചലിപ്പിച്ച് പാപത്തിലും തിന്മയിലും ദുർചിന്തകളിലും തെറ്റായ ബോധ്യങ്ങളിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും സാത്താന്റെ ചങ്ങലക്കെട്ടുകൾ യേശുനാമത്തിൽ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ 7-ാം തിരുലിഖിതം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? തിരൂപനേശുവേ, കാത്തിരിപ്പൂ നിന്നെ ഞാൻ, നീ വരേണേ മാനസേ, ജീവിതം ധന്യമാക്കുവാൻ. അറിയില്ലൻ ദൈവമേ അപരാധങ്ങളെത്രയോ ചെയ്തു പോയി, ഘോരമാം പാപങ്ങൾ ക്ഷമിക്കണേ. തിരൂപനേശുവേ, കാത്തിരിപ്പൂ നിന്നെ ഞാൻ, നീ വരേണേ മാനസേ, ജീവിതം ധന്യമാക്കുവാൻ. ആത്മാവിൽ നിറയുക നീ, അതിരില്ലാ സ്നേഹമോടെ, അലിവോടെ അണയുക നീ, ഈശോ എൻ്റെ മാനസേ. 64-ാം സങ്കീർത്തനത്തിൽ 1-ാം തിരുലിഖിതം. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അവിടുത്തെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ, അഗ്നിയാൽ വിറക് എരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങട്ടെ. 2 കരങ്ങൾ ഉയർത്തി സർവശക്തനായ യേശുവിന്റെ സന്നിധിയിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് അഗ്നിയാൽ വിറകരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ ഭവനങ്ങളും സമൂഹങ്ങളും സ്ഥാപനങ്ങളും പ്രകമ്പനം കൊള്ളുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, പുത്രന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഓരോ സമൂഹങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും അതിശയ ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. കല്ലറകളെ പിളർത്തി ദൈവജനത്തെ ഉയർപ്പിക്കുന്ന അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവേ, അന്ധകാര കോട്ടകളെ തകർക്കുന്ന അത്ഭുത ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയുള്ള എല്ലാ കോട്ടങ്ങളും തകർച്ചകളും പരാജയങ്ങളും കടബാധ്യതകളും കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. വഴക്കും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷങ്ങളും യേശു
നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, എത്ര പ്രാർത്ഥിച്ചിട്ട് മക്കളെ കിട്ടാത്ത കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയുക നീ, അതിരില്ല സ്നേഹം